നമ്മളെ കണ്ട ഒളിഞ്ഞുകളി കളിക്കാറുള്ള ഒരു കുഞ്ഞു മൂങ്ങയുണ്ട്. ചെറിയ പിള്ളേർ കുട്ടിക്കളി കളിക്കുന്ന പോലെ ഉണ്ടാവും ആളുടെ പെരുമാറ്റം. ആളുടെ കുറച്ച് ദൃശ്യങ്ങൾ എടുത്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ. ഇതാണ് കേട്ടോ പുള്ളിനത്ത്. പുള്ളി നമ്മളെ കണ്ടു കഴിഞ്ഞാൽ എത്തി നോക്കും, പിന്നെ തല ഉള്ളിലോട്ട് വലിച്ചിട്ട് വീണ്ടും എത്തി നോക്കും. പല ഗോഷ്ഠികളും നമ്മളെ നോക്കി കാണിക്കുന്നതായി നമുക്ക് തോന്നും കേട്ടോ. പുള്ളിയുടെ ശബ്ദവും നമ്മെ കളിയാക്കി ചിരിക്കുന്ന പോലെ തോന്നാം. അങ്ങനെ മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ ആളുടെ പെരുമാറ്റം ഒരു കുറുമ്പുള്ള കുസൃതി കുരുപ്പിനെ പോലെയാണ് കേട്ടോ. പുള്ളിയുടെ ശാസ്ത്രീയ നാമം അദീന ബ്രഹ്മ എന്നാണ്. അദീന ഗ്രീക്ക് മെത്തോളജിയിലെ ബുദ്ധിയുടെയും കൗശലത്തിന്റെയും എല്ലാം ഒരു ദേവതയാണ്. ബ്രഹ്മ ഹിന്ദു പുരാണങ്ങളിലെ സൃഷ്ടാവാണ്. രണ്ടും കോർത്തിണക്കിക്കൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാര് ഇതിന് പേരിട്ടിട്ടുള്ളത് കേട്ടോ. നാട്ടുമ്പുറങ്ങളിലാണെങ്കിൽ തലപോയ തെങ്ങിന്റെ പൊത്തുകള്, ആലുകള്, കാവുകളിലാണ് ഇതിനെ കാണാറ്. പട്ടണത്തിലും പുള്ളിയുണ്ട്. അതിനെ കാണുന്നത് ഉപേക്ഷിച്ചു പോയ കെട്ടിടങ്ങളിലായിരിക്കും മിക്കവാറും. ഞാൻ പക്ഷെ ഇതിനെ കാടുകളിൽ കണ്ടിട്ടില്ല കേട്ടോ. കാടുകളിൽ കൂടുതൽ ചെമ്പന്നത്തിനെ കണ്ടിട്ടുള്ളത്. അങ്ങനെ ആളുകളുള്ളവരെയും കാണുന്ന മൂങ്ങയാണ് ഈ പുള്ളിനത്ത്. പാറ്റകളും എലികളും തൊരപ്പനെല്ലാം കഴിക്കുന്നതുകൊണ്ട് കർഷകരുടെ മിത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പുള്ളിനെ പറയാം. എല്ലാ മൂങ്ങകളെയും പോലെ ശരീരം സ്ഥിരമായി വെച്ചിട്ട് തല ചുറ്റും തിരിക്കാൻ ഈ മൂങ്ങയ്ക്കും പറ്റും. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും പിന്നെ ഈ കാണുന്ന രാജ്യങ്ങളിലും പുള്ളികളെ കാണാറുണ്ട്. എല്ലാ മൂങ്ങകളെയും പോലെ രാത്രി ഇര തേടുന്നവയാണെങ്കിലും പകൽ സമയത്തും ഇവയെ നമുക്ക് വെളിയിൽ കാണാം. ഈ പുള്ളിനത്ത് നിങ്ങളുടെ നാട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ സ്ഥലം കമന്റിൽ രേഖപ്പെടുത്തണേ. ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.